കർശനമായിട്ടുള്ള നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് ഇന്ത്യ എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടികളുമായി ആഭ്യന്തര മന്ത്രാലയം വിശദമായ കുറിപ്പുകളൊക്കെ തന്നെയും നൽകിയിരുന്നു. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു പാകിസ്ഥാൻ പൗരന്മാരൊക്കെ തന്നെയും എത്രയും പെട്ടെന്ന് രാജ്യം വിടണം എന്നുള്ളൊരു നിർദ്ദേശം. ഇതിൻ്റെ തുടർ നടപടികളുമായി ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ എല്ലാ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസാരിച്ചിരിക്കുന്നത്. പ്രധാനമായും ഓരോ സംസ്ഥാനങ്ങളിലുമുള്ള ജോലി ചെയ്യുന്നതും അതോടൊപ്പം താമസിച്ചു വരുന്നതുമായ പാകിസ്ഥാൻ പൗരന്മാരെ കണ്ടെത്തണം. അതോടൊപ്പം ഇവരെ എത്രയും പെട്ടെന്ന് അവരുടെ രാജ്യത്തേക്ക് അല്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് തിരിച്ചയക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്ന കാര്യവുമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിമാർക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകിയിട്ടുള്ള നിർദ്ദേശം. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഏറ്റവും വേഗത്തിൽ കൈക്കൊള്ളണമെന്നൊരു കർശനമായിട്ടുള്ള നിർദ്ദേശവും ഇപ്പോൾ മുഖ്യമന്ത്രിമാർക്ക് നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ പാകിസ്ഥാൻ പൗരന്മാരെ ഒക്കെ തന്നെയും പൂർണ്ണമായും രാജ്യത്ത് നിന്ന് നാടുകടത്തുക എന്നൊരു സമീപനത്തിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം മേഖലകളൊക്കെ തന്നെയും ഇപ്പോഴും ഭീകരരും സൈന്യവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ്. ബന്ദപ്പൂരിലുണ്ടായിട്ടുള്ള ഏറ്റുമുട്ടലിൽ നേരത്തെ ഒരു ലഷ്കർ-ഇ തൊയ്ബ കമാൻഡറെ സൈന്യം വധിച്ചിരുന്നു. അൽത്താഫ് ലല്ലി എന്നറിയപ്പെടുന്ന കമാൻഡറെയാണ് വധിച്ചതെന്ന് സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും അതോടൊപ്പം തിരച്ചിലുകളും മേഖലയിലൊക്കെ തന്നെയും തുടർന്നു വരികയാണ്. പ്രത്യേകിച്ചും ഉധംപൂർ അതോടൊപ്പം ബന്ദിപ്പൂർ മേഖലകൾ, ബന്ദപ്പോറ മേഖലകളൊക്കെ തന്നെയും സൈന്യം ഊർജിതമായിട്ടുള്ള തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും CISFൻ്റെയും അതോടൊപ്പം BSF ജവാന്മാരുടെയും ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക സേനയുടെയും ഒക്കെ തന്നെയും നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ മേഖലകളൊക്കെ തന്നെയും തിരച്ചിൽ തുടർന്നു കൊണ്ടിരിക്കുന്നത്. ഈ ലഷ്കർ-ഇ തൊയ്ബ കമാൻഡർ അൽത്താഫ് ലല്ലിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും സൈന്യമൊക്കെ തന്നെയും ശേഖരിച്ചു വരികയാണ്. പ്രധാനമായും ഇയാൾക്ക് ഈ ഭീകര പ്രവൃത്തിയുമായി ബന്ധമുണ്ടോ അല്ലെങ്കിൽ പ്രാദേശിക തലത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇയാൾ ഇതുമായി ബന്ധപ്പെട്ട സഹായങ്ങൾ നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയും സൈന്യവും പരിശോധിച്ചു വരികയാണ്. അതോടൊപ്പം NIA-യുടെയും മറ്റു രഹസ്യാന്വേഷണ ഏജൻസികളുടെയൊക്കെ തന്നെയും അന്വേഷണവും ഇപ്പോൾ ഊർജിതമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം വിവിധ മേഖലകളിൽ ഇപ്പോഴും ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമാകുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ മേഖലകളിൽ കർശനമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് കേന്ദ്രസേന ഇറക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ചും ഈ നേരത്തെ കരസേന മേധാവി ജമ്മു കാശ്മീരിൽ എത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളൊക്കെ തന്നെയും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഈ ബന്ദിപ്പൂർ മേഖലയിലും അതോടൊപ്പം മറ്റു ഉധംപൂർ അതോടൊപ്പം ഈ പഹൽഗാമിലെ മറ്റു മേഖലകളിലൊക്കെ തന്നെയും കൂടുതൽ സേനയെ വിന്യസിക്കുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ കേന്ദ്രസേന മേധാവിയും ഉറപ്പ് നൽകിയിട്ടുള്ളത്. ഇത്തരത്തിൽ കർശനമായിട്ടുള്ള പഴുതടച്ചിട്ടുള്ള ഒരു നീക്കത്തിലേക്കാണ് കേന്ദ്രസേന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ബന്ദിപ്പൂർ മേഖലയിൽ ഇപ്പോഴും ഭീകരർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ തുടരുകയാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം പാകിസ്ഥാനെതിരെ കൈക്കൊണ്ടിട്ടുള്ള കേന്ദ്രത്തിന്റെ നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്നൊരു നിലപാട് തന്നെയാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയവും പുറത്തുവിട്ടിരിക്കുന്നത്. ആതിര, ശരി, വ്യക്തമാണ്. അബ്ദുൾ റഷീദാണ് വിവരങ്ങൾ നൽകിയത്.